എനിക്ക് ഇവര് പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാവരുടെയും കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ. നമ്മള് ഒത്തിരി ഗ്യാപ്പ് എടുത്തിട്ട് എല്ലാവരും ചെയ്യുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും പിന്നെ നമ്മളുടെ ജോലി വീട് എന്നുള്ളതിനോടുള്ള ബുദ്ധിമുട്ടും കാര്യം. പക്ഷെ അതൊന്നും ഒരു തരത്തിലും നമുക്ക് ഈ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഗ്യാപ്പ് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ മാഡായാലും എന്താ വിളിച്ച് നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കറക്റ്റ് ടൈമില് ഗൈഡൻസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പൊ അത് വലിയൊരു സപ്പോർട്ടാണ്. അങ്ങനത്തെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലെങ്കിൽ എന്തായാലും നമ്മള് പകുതിക്കുന്ന വെച്ച് ഡ്രോപ്പ് ഔട്ട് ചെയ്യുള്ളൂ. അതാണ് എനിക്കും പറ്റി. ഞാൻ ആക്ച്വലി 2013 ഡിഗ്രി കഴിഞ്ഞത്. 13 കഴിഞ്ഞ് 14 അറൌണ്ട് തന്നെ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ എംകോമിന് ഞാൻ അഡ്മിഷൻ ഒക്കെ എടുത്തതാ. പക്ഷെ പ്രോപ്പർ ആയിട്ട് എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് പകുതിക്ക് വെച്ച് നിർത്തേണ്ട ഒരു അവസ്ഥ വന്നതാണ്. ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചതാണ്, പക്ഷെ പഠിക്കാനൊക്കെ തുടങ്ങിയതാണ്. പക്ഷെ എപ്പോഴാണ് എക്സാം അങ്ങനത്തെ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാനൊന്നും ഇല്ലാത്തൊരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്ത ഒരു കേസ്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് വിട്ടില്ല, താല്പര്യമില്ലാത്ത രീതിയിൽ ഞാൻ അങ്ങനെ പോയി. പിന്നെ എനിക്ക് തോന്നി എനിക്ക് ചെയ്യണം, കാരണം ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, അക്ഷയില്ലാണ്ട് ഇന്നത്തെ കാലത്തൊന്നും നടക്കില്ല എന്ന് എനിക്ക് സ്വയം തോന്നി. ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഞാൻ കയറി ജോയിൻ ചെയ്തു. അങ്ങ് മുന്നോട്ടും ഒന്നും ചിന്തിച്ചില്ല, വരുന്നോട്ടിൽ വെച്ച് കാണാന്നുള്ള നിലയ്ക്കാണ് ഞാൻ ചെയ്തത്. വലിയ തെറ്റില്ലാണ്ട് ഇതുവരെ ബാക്ക് പേപ്പേഴ്സ് ഒന്നും ഇല്ലാണ്ട് തന്നെ പാസ്സായിട്ടുണ്ട്.